ഹായ്. സോ എല്ലാവരും വെയിറ്റ് ലോസ് എടുക്കും. പക്ഷെ എല്ലാവർക്കും അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോ. ഈ ചാലഞ്ചസ് എടുത്ത് പകുതി വഴിയിൽ മുടങ്ങിപ്പോണ ആൾക്കാരെ കൂട്ടത്തിൽ ഞാനും ഉണ്ട് കേട്ടോ. ബട്ട് ദിസ് ടൈം നോട്ട് ഹാപ്പൻ. നോട്ട് ഫോർ എവരി വൺ, നോട്ട് ഫോർ മീ. എന്നെ ഫോളോ ചെയ്യുന്ന ആർക്കും പാതി വഴിയിൽ വെച്ച് പോകേണ്ടി വരത്തില്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. ബിക്കോസ് ഐ ആം ദ എക്സാമ്പിൾ. ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കണേ. ഇനി നമുക്കിത് മെലിയുന്ന പ്രോഗ്രസ് 90 ഡേയ്സും പ്രോഗ്രസ് കാണാൻ പറ്റും. 90 ഡേയ്സ് എത്തപ്പോഴും എങ്ങനെയാണ് ഇരിക്കണത്, അത് പഴയ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് കാണാൻ പറ്റുമല്ലോ. എല്ലാ പ്രാവശ്യവും എല്ലാവരും വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യും, 2-3 ദിവസം പോവും, മൂന്നാമത്തെ ദിവസം ഞാൻ കുളവും. ചിലപ്പോൾ ഒരാഴ്ച വരെ പോവും കുളം. ഒരാഴ്ചയൊക്കെ പോണത് റെയറാട്ടോ. റെയർ മീൻസ് എനിക്ക് റെയറാണ്. കാരണം അതിനിടയ്ക്ക് എന്തെങ്കിലും പരിപാടി വന്നിട്ട് എല്ലാം കുളവും. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കുളമാവാതെ അല്ലെങ്കിൽ വെയിറ്റ് ലോസ് കറക്റ്റായിട്ട് 90 ഡേയ്സ് പറഞ്ഞിട്ടില്ലേ, 90 ഡേയ്സ് കറക്റ്റായിട്ട് എങ്ങനെ കൊണ്ടുപോകണേ നോക്കാം വിത്തൗട്ട് എനി ഫെയിൽ. മോസ്റ്റ് ഓഫ് ടൈംസ് നമ്മൾ വെയിറ്റ് ലോസ് കുളമാവാൻ കാരണം വിത്തൗട്ട് എ പ്രോപ്പർ പ്ലാൻ. നമുക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ, വിജയിക്കാൻ പറ്റും. എന്തുകൊണ്ടാണ് വെയിറ്റ് ലോസ് അച്ചീവ് ആവാത്തത്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ വിത്തൗട്ട് എ പ്രോപ്പർ പ്ലാൻ ഇല്ലാതെ നമ്മൾ പോകും. നമുക്ക് ആകെ ഉള്ളൊരു ഒരു എയിം മാത്രമേ ഉള്ളൂ. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, ഇത്ര കിലോ കുറയ്ക്കണം ഇത്ര ദിവസത്തിനുള്ളിൽ, അത് മാത്രമേ കാണൂ. ജസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും മോട്ടിവേറ്റഡ് ആവുന്നത് അല്ലേ. ഏവൻ്റെ ഒരു റീല് കാണും, അപ്പം പുള്ളി ഈ ഇപ്പം ചിലർ കീറ്റോ ഡയറ്റ് എടുക്കും, ചിലർ മറ്റേ മുട്ട മാത്രം കഴിച്ചുകൊണ്ട്, ഇതൊക്കെ ഹാർഡായിട്ടുള്ള ഇതാണ്. പിന്നെ ചിലർ പറയും ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ 30 ദിവസം ഷുഗർ കട്ട് ചെയ്താൽ നിങ്ങൾ എന്തൊക്കെ മാറ്റം വരും. അപ്പം ഒരു ഫോട്ടോ കാണിക്കും, 30 ദിവസം കഴിഞ്ഞിട്ടൊരു ഫോട്ടോ കാണിക്കും. പക്ഷെ ഷുഗർ കട്ട് കൊണ്ട് മാത്രം ഒന്നും നടക്കത്തില്ല. നമ്മൾ മെയിനായിട്ട് കുറേ കാര്യം നോക്കണം. ഉറക്കമണിയുടെ തൊട്ടുണ്ട് എന്തൊക്കെ കഴിക്കണം, എപ്പോഴൊക്കെ കഴിക്കണം, എന്തൊക്കെ ഇൻ്റർവെല്ലിൽ കഴിക്കണം, ഏതൊക്കെ കഴിക്കണം, എങ്ങനെ കഴിക്കണം, കാലറീസ് നോക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാ കാര്യവും ഞാൻ പറഞ്ഞുതരാം. ബട്ട് യു ഹാവ് ടു ബി പേഷ്യൻറ്റ്, ടു ബി കോൺസെൻട്രേറ്റ്. പ്ലാനിങ്ങിൽ ആദ്യം വേണ്ട എന്താ, ഒരു ഗോൾ വേണം. ഗോൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഗോൾ എന്താണ്? വെയിറ്റ് ലോസ്. അപ്പം നമ്മൾ എയിം ചെയ്യുന്നു എത്ര ദിവസത്തേക്ക്? 90 ഡേയ്സ്. 90 ഡേയ്സിലേക്ക് വേണ്ടിയിട്ട് ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി അത് എങ്ങനെ അച്ചീവ് ചെയ്യണം? അച്ചീവ് ചെയ്യാനാണ് പ്ലാനിങ് വേണ്ടത്. അപ്പം പ്ലാനിങ്ങിൽ ആദ്യം വേണ്ടത് ചെറിയ ചെറിയ ഗോൾസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് ആ എയിമിലൂടെ എത്താൻ പറ്റൂ. അപ്പം നമ്മൾ ഒരു ഗോളും സെറ്റ് ചെയ്തു. മാരേജ് ആവാം, 3rd ഇയറോ 4th ഇയറിലോട്ടോ പോകുന്നതാവാം, അല്ലെങ്കിൽ എന്തേലും ഇവൻറ്റ്സ് കാണുമല്ലോ. എന്തേലും ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യണം. അടുത്തതിൽ മെയിനായിട്ട് വേണ്ട കാര്യമാണ് കാലറീസ്. കാലറി അറിഞ്ഞാൽ തന്നെ നമ്മൾ വെയിറ്റ് ലോസിൻ്റെ 80% പഠിച്ചു കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ ജസ്റ്റ് റൂട്ട് മാപ്പ് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ചാറ്റ് GPT യോട് ചോദിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി. ചാറ്റ് GPT ഉണ്ട്, ജെമിനി ഉണ്ട്, ഡീപ് സീക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. കാലറി നോക്കാൻ ബെസ്റ്റ് ഹെൽത്തിഫൈ മീ എന്നൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറിയാൽ നമുക്ക് കാലറി എല്ലാം ട്രാക്ക് ചെയ്യാം. കാലറി എന്ന് പറയുമ്പം നമ്മളെ എല്ലാ ഡിഷസും കിട്ടും. കാരണം നല്ല അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആണ് കേട്ടോ. അതിൽ കയറി നമുക്ക് ദോശ, ചമ്മന്തി, മന്തി, മുട്ട ഏതൊക്കെ ടൈപ്പ് കഴിച്ചാൽ അത് കിട്ടും. കടലക്കറി, ഇപ്പം ഈവൻ പഴംപൊഴി, പരിപ്പുവട, പപ്പടം, നമുക്ക് എന്തൊക്കെ കഴിക്കുമോ. ഇപ്പം നമ്മളെ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലും അത്യാവശ്യം അവൈലബിൾ ആയിട്ടും അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ഫുഡ് ഐറ്റവും അതിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. എല്ലാ തന്നെ കാലറീസും കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഈവൻ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അതിലിട്ടാൽ തന്നെ അതിൻ്റെ എത്ര കാലറി ഉണ്ട് എന്നത് കാണിക്കും. സോ ഹെൽത്തിഫൈ മീ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മൾ ഡെയിലി എന്തൊക്കെ കഴിക്കണം നോക്കുക. അതിൽ തന്നെ BMI സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മളെ ബയോയിൽ കയറിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം. ഹൈറ്റ്, വെയിറ്റ്, ഏജ്, ലൊക്കേഷൻ, നമ്മളെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നു, വർക്കൗട്ട് ചെയ്യത്താണോ, ഓഫീസ് ജോബാണോ, വർക്കൗട്ട് ചെയ്യത്തില്ലേ, എല്ലാം നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. ഒറ്റ ലൈനുള്ളൊരിതാണ്. അതിൽ കയറി ആഡ് ചെയ്യുക. ഒരു BMI പറയും, എത്ര കാലറി ഡെയിലി കഴിക്കണമെന്ന് അത് കാണിച്ചു തരും. എന്നിട്ട് അതിന് ബേസ് ആയിട്ടുള്ള നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എത്ര കഴിച്ചു നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിലെ ന്യൂട്രിയൻസ് വാല്യൂ, എത്ര ഫാറ്റ്, എത്ര കാർബ്സ്, എത്ര ഫൈബർ, എത്ര എല്ലാം അതിൽ തന്നെ കാണിക്കും. ഇത്രയും സിമ്പിളായിട്ടൊരു വഴി വേറൊന്നുമില്ല. അപ്പം കാലറി ട്രാക്ക് ചെയ്ത് നമ്മൾ പഠിച്ചു. കാലറി ട്രാക്ക് ചെയ്താൽ തന്നെ ഇതനുസരിച്ച് നമ്മൾ കഴിച്ചാൽ മതി. രാവിലെ ഞാൻ എന്താ ചെയ്യുന്നത്? 2 ദോശ എടുക്കുന്നു, ചമ്മന്തി എടുക്കുന്നു. എത്ര കാലറി വരും? 2 ദോശയ്ക്കും കൂടെ കൂടിപ്പോയി ഒരു 200 കാലറി, ചമ്മന്തിയും കൂടെ ചേർത്ത് 250 കാലറി. പോട്ടെ, 300 കാലറി ഇട്ടാൽ തന്നെ രാവിലെ 300 ആയിരുന്നു. 300 ആവത്തില്ല, 250 കാലറിയൊക്കെ വരും. മെയിൻ ചായ ഇല്ല, ചൂടുവെള്ളം കുടിക്കുന്നു, അല്ലെ കട്ടൻ തേയില വിത്തൗട്ട്. ഇതാണ് രാവിലത്തേത്. അപ്പം ഞാൻ ഇപ്പം അത് ഡെയിലി ട്രാക്ക് ചെയ്യണോണ്ട് എനിക്ക് അതിൻ്റെ കാലറിയൊക്കെ ഏകദേശം അറിയാൻ പറ്റും.
ഉച്ചയ്ക്ക് ഒരു ബിരിയാണി കഴിക്കണതിന് ഒരു 550-600 കാലറീസ് വരും. പിന്നെ പപ്പടത്തിന് എക്സ്ട്രാ ഒരു 100 കാലറി. അങ്ങനെ നമുക്ക് അതിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളെ കാലറി നോക്കുകയാണ്. BMI വെച്ചിട്ടാണെങ്കിൽ 2200 കാലറി എനിക്ക് കഴിക്കാം. ഇപ്പോഴത്തെ വെയിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ 2500 കഴിക്കാം. പക്ഷെ ഞാൻ കഴിക്കുന്ന എത്ര 1500 കാലറിക്കകത്തേ കഴിക്കും. അപ്പൊ നമ്മളെ ബാക്കി എത്ര വന്നു 700 കാലറി ഡെഫിസിറ്റ് ആകും. കാലറി ഡെഫിസിറ്റിലോട്ട് നമ്മൾ ഇപ്പം ഡെയിലി നമ്മൾ കഴിക്കേണ്ട നമ്മളെ വെയിറ്റ് ഇത് വെച്ചിട്ട് കഴിച്ചാൽ 2200 കഴിക്കണമെങ്കിൽ അത് മെയിൻറ്റെയിൻ ആയി പോവേ ഉള്ളൂ. നോക്കിയപ്പോൾ ഒരു 80 കിലോ ഉണ്ടെങ്കിൽ അത് 80 കിലോ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ആയിട്ട് പോകും. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും വർക്കൗട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും എക്സ്ട്രാ നമ്മൾ എന്തെങ്കിലും എഫേർട്ട് ഇട്ടാൽ മാത്രമേ കുറച്ച് ചെറുതായിട്ട് കുറയത്തുള്ളൂ. എന്നാലും ഈ കാലറി നമ്മൾ ഡെയിലി മെയിൻറ്റെയിൻ ചെയ്ത് പോകണോണ്ട് വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനോ വരത്തില്ല. വെയിറ്റ് ലോസ് വരണമെങ്കിൽ കാലറി ഡെഫിസിറ്റ് എടുക്കണം. 2200 കഴിക്കണമെങ്കിൽ നമ്മൾ 1500 കഴിക്കുന്നു. അപ്പോൾ 700 കാലറി ഒരു ദിവസം കുറഞ്ഞു. ആ കാലറി വെച്ചിട്ട് ഇത് കാലറി ഡെഫിസിറ്റ് എടുക്കുന്നവരെ കാൽക്കുലേഷൻ ഒക്കെ യൂട്യൂബിൽ ഓരോരുത്തർ ഇങ്ങനെ വീഡിയോ ആയിട്ട് കാണിച്ചു തരും. പക്ഷെ അവർ ചാർട്ട് എടുത്തിട്ട് വരെ നമ്മൾ മുട്ട 3 കഴിക്കണം, പിന്നെ ആൽമണ്ട് കഴിക്കണം, 4 ആൽമണ്ട് കഴിക്കണം, പിന്നെ മിൽക്ക് കഴിക്കണം, മുസ്ലി കഴിക്കണം, പിന്നെ ഉച്ചയ്ക്കാണെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ്. അങ്ങനെ ഇതൊക്കെ കേൾക്കാൻ തന്നെ നമുക്ക് ഓ മൈ ഗോഡ്, കുറച്ച് അത്യാവശ്യം ഫണ്ടും ഈ സിറ്റിയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊക്കെ എല്ലാ സാധനവും അവൈലബിൾ ആയിരിക്കും. പോയി മേടിച്ചിട്ട് നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ എല്ലാം കൊളാപ്സ്. കാരണം ഇതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കയറി വരും. ഇടയ്ക്ക് എന്തെങ്കിലും ഈവന്റ് വരും, മന്തി കഴിക്കാൻ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ട്രീറ്റ്, കല്യാണം, എന്തെങ്കിലുമൊക്കെ വന്നിട്ട് എല്ലാം കുളവും. പക്ഷെ അതൊന്നും ആവാതിരിക്കാനാണ് ഞാൻ നോക്കുന്നത്. അതിനാണ് ഞാൻ യു ഹാവ് മീ, ഡോണ്ട് വറി, ഐ ആം വിത്ത് യു. അപ്പം കാലറി ഡെഫിസിറ്റ് നമ്മൾ എടുക്കുകയാണെ 2000. അപ്പം നിങ്ങൾ ഇതൊന്ന് ആദ്യം ട്രാക്ക് ചെയ്യുക, എത്രയാണ് കഴിക്കേണ്ട കാലറി. അല്ലെങ്കിൽ ജസ്റ്റ് ChatGPT ഇട്ടെടുത്ത പെണ്ണ് പറഞ്ഞു തരും. നമ്മളെ വെയിറ്റ്, ഹൈറ്റ്, ഏജ് ഇത്ര ഇട്ട് കൊടുക്കുക, എൻ്റെ കാലറി എത്ര കഴിക്കാൻ പറ്റും, എൻ്റെ കാലറി ഡെഫിസിറ്റ് ആണെങ്കിൽ എത്ര കാലറിയാണ്, ഇത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അതങ്ങ് ചെയ്യുക. പിന്നെ അത് തന്നെ കുറെ നിനക്ക് ഡയറ്റ് പ്ലാൻ വേണോ, അത് വേണോ, ഇത് വേണോ, അതിൻ്റെ ഡയറ്റ് പ്ലാൻ എങ്ങനെയാണ് നോക്കിയത്. പുല് ഞാൻ എന്നിട്ടും പറയാം കേരള സ്റ്റൈലുള്ള തരാൻ പറഞ്ഞാലും ഈ AI ഡാറ്റ എടുക്കുന്നത് അവിടെ നിന്ന് ഇവിടുന്ന് കുറെ ഡാറ്റ ഒക്കെ എടുത്തിട്ട് അതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് നമ്മളെ ക്വസ്റ്റ്യന് റീസണബിൾ ആയിട്ടുള്ള ആൻസർ ആണ് അത് തരണത്. അപ്പം എന്നാലും അതിൻ്റെ ഇടയിൽ കുറെ ലെന്തൽസ് കറി വരും, ചിക്കൻ ബ്രസ്റ്റ് തന്നെ പറയും, അങ്ങനെ കുറെ കാര്യങ്ങൾ വേറെയും കുറേയൊക്കെ പറയും. അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് ChatGPT നോക്കാൻ പറ്റില്ല. നമ്മൾ അഥവാ നോക്കിയാലും നമുക്ക് കുറെ കഴിയുമ്പോൾ അഡാപ്റ്റ് ആവാൻ പറ്റത്തില്ല, കുറെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യേണ്ടി വരും. സോ ബെറ്റർ നമ്മൾ തന്നെ ഒരു പ്ലാൻ, നമ്മൾ തന്നെ ഒരു ഡയറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ അതാണ് നിങ്ങൾക്ക് ആർക്ക് ഡയറ്റ് ഒന്നും പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് ഡയറ്റ് പറഞ്ഞു തരേണ്ട കാര്യമില്ല. കാരണം ഞാൻ കഴിക്കണ പോലെ എനിക്കിവിടെ മെനുവാണ്. രാവിലെ തിങ്കളാഴ്ച ദോശയായിരിക്കും, ചൊവ്വാഴ്ച ഉപ്പുമ, ബുധനാഴ്ച രാവിലത്തെ കാര്യം. അതേപോലെ ഉച്ചയ്ക്ക് വൈകിട്ട് ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ദോശയും മുട്ടക്കറിയാണെങ്കിൽ നമുക്ക് 2 മുട്ടക്കറി എടുക്കുക, 2 മുട്ട എടുക്കുക, 1 ദോശ. അപ്പം പ്രോട്ടീൻ കയറ്റി കാർബ്സ് കുറച്ച് എടുക്കും. ഇങ്ങനെ നമ്മൾ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യണം. അല്ല ഇപ്പം ഞാൻ മെനു പറഞ്ഞു തന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങൾ നോക്കും, കുറച്ച് അവിടെ ഇവിടെയൊക്കെ സെറ്റ് ആവും, കുറേയൊക്കെ സെറ്റ് ആവത്തില്ല. അവിടെ നിങ്ങൾ തന്നെ മെയിനായിട്ട് നോക്കുകയാണ് നല്ലത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഇന്റർവെല്ലിൽ മാത്രം കഴിക്കുന്നു, ബാക്കി സമയം ഫാസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി ഇതിന്റെ ഇടയിൽ മാത്രം കഴിക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 8 മണിക്ക്, ഉച്ചയ്ക്ക് 1 മണിക്കോ 2 മണിക്കോ, വൈകിട്ട് 6 മണിക്കുള്ളിൽ ഡിന്നർ കഴിച്ചു, സെറ്റ് ആവുന്നു. ക്വാണ്ടിറ്റി ഓവറാൻ പാടില്ല. ദിസ് കാലറി നമ്മൾ ഇതും കൂടെ കഴിച്ച് ഫാസ്റ്റിംഗ് കൂടെ എടുക്കുകയാണെങ്കിൽ ബെറ്റർ റിസൾട്ട് കിട്ടും. ബട്ട് ഇഫ് യു ആർ ഓക്കെ, കാരണം നമുക്ക് ആദ്യം എന്താ വേണ്ടത്, ഒരു സ്റ്റാർട്ടിങ് വേണം. സ്റ്റാർട്ടിങ് ചെയ്ത് ഒരു 2 ആഴ്ചയൊക്കെ പോകുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടെ പേസ് കൂട്ടാൻ തോന്നും. അപ്പോഴാണ് ഇതൊക്കെ കുറച്ച് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കണം. ആഡ് ഓൺ ആയിട്ടൊരു കാര്യം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 98 കിലോയിൽ നിന്ന് 77 കിലോ ആയത് കീറ്റോ ഡയറ്റ് എടുത്തിട്ട്. കീറ്റോ ഡയറ്റ്, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എല്ലാം കൂടെ മിക്സ് ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ബോക്സിങ്ങും പ്രാക്ടീസ് ചെയ്ത് എല്ലാം കൂടെ ചെയ്തിട്ടാണ് 77 കിലോ ആക്കിയത്. കീറ്റോ ഡയറ്റ് എന്ന് പറയുമ്പോൾ ഫാറ്റ് മാത്രം കഴിക്കും, ഫാറ്റ് കഴിച്ച് ഫാറ്റ് കുറയ്ക്കുക. കാപ്സിൻ്റെ ഇതില്ലാത്തതുകൊണ്ട് ഫാറ്റിൽ നിന്ന് എനർജി എടുക്കും. അതും കുറച്ച് ഫാറ്റൊക്കെ കഴിക്കുള്ളൂ. അതുകൊണ്ട് ബോഡിയിലുള്ള ഫാറ്റൊക്കെ എടുത്ത് അതിനിടയിൽ കൂടെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് കുറച്ച് സമയം കഴിക്കുള്ളൂ. ഒരു സ്പെസിഫിക് ടൈമിൽ കഴിക്കും, ബാക്കി ടൈമിൽ കഴിക്കായിരിക്കും. ഇതെല്ലാം കൂടെ ചെയ്തിട്ടാണ് പെട്ടെന്ന് വണ്ണം കുറയും. പെട്ടെന്നല്ല, അതിൻ്റെ ഇടയിൽ തന്നെ കുറെ വിടായ്പ കാണിച്ചു. ഇടയ്ക്ക് പോയി ബിരിയാണിയൊക്കെ തിന്ന് കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് അങ്ങനെയാണ് ഒരു 3, 4, 6 മാസമൊക്കെ എടുത്തു. 6 മാസം ആ ലോങ് ടൈം എടുക്കാൻ കാരണം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് മൈൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷെ അന്ന് അത്രയും കോൺഫിഡന്റ് അല്ലായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ കൊറോണ ടൈം ആയതുകൊണ്ടും ഹാപ്പൻ.
സോ ദിസ് ടൈം 90 ഡേയ്സ് എന്ന് പറഞ്ഞാൽ 90 ഡേയ്സ്, ഇതിൻ്റെ ഇടയിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല. അഥവാ അഡ്ജസ്റ്റ്മെന്റ് അതെങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് ഞാൻ നെക്സ്റ്റ് വീഡിയോ പറഞ്ഞുതരാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ നമുക്ക് കൺട്രോളിങ്ങിനെ കുറിച്ചാണ്. അതിന് മുമ്പ് പോണതിന് മുമ്പ് ഒരു കാര്യമാണ്, നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കണമെന്നും പറഞ്ഞിട്ട് പട്ടിണിയായിട്ട്, ഫാസ്റ്റിംഗ് എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുക. പക്ഷേ ഒരുപാടങ്ങ് ഫാസ്റ്റിങ്ങും കുറച്ച് ഫുഡും കൂടെ കഴിച്ചാൽ കുടലങ്ങ് ചുരുങ്ങും. കുടൽ ചുരുങ്ങിയ ഫുഡ് ഒന്നും കഴിക്കാതെ നമുക്ക് വിശപ്പ് ആദ്യം നല്ല രസമായി, എനിക്ക് വിശപ്പൊന്നും തോന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ, ഒന്നും കഴിക്കാൻ തോന്നത്തില്ല. കാരണം കുടല് ചുരുങ്ങുമ്പം അകത്തോട്ടൊന്നും പോകണ്ടെന്ന് തോന്നും. ബട്ട് അത് പിന്നീട് പണി കിട്ടും, പിന്നെ സർജറിയൊക്കെ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അധികം പട്ടിണി കിടക്കണ്ട. കാലറി ഡെഫിസിറ്റ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനുള്ള ഫുഡ് കഴിക്കുക. ഒരു ചെറിയ ഫാസ്റ്റിങ് കുറച്ച് സമയം, നമുക്ക് എല്ലാവരെ കൊണ്ട് പറ്റുന്ന. വൈകിട്ട് കഴിക്കുന്ന ഫുഡ് കുറച്ച് നേരത്തെ കഴിച്ചാൽ മതി. നമ്മൾ 8 മണിക്കും 9 മണിക്കും കഴിച്ചുകൊണ്ടിരുന്നത് ഒരു 6 മണിക്കുള്ളിലോ 7 മണിക്കുള്ളിലോ കഴിച്ചിട്ട് പിന്നീട് രാവിലെ 8 മണിക്ക് കഴിച്ചാൽ മതി. അപ്പം തന്നെ ഫാസ്റ്റിങ്ങുമായി നമുക്ക് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാം. ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാം നടക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറയാം. കൺട്രോൾ എങ്ങനെ പറയാൻ നോക്കാം. നമുക്കിപ്പോൾ എന്താ എയിമുണ്ട്, എയിമിന് വേണ്ടിയിട്ടുള്ള ഗോളുണ്ട്, ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് അതെങ്ങനെ പ്ലാൻ ചെയ്യണമെന്നായി. ഇത് ഇത്ര. ഇനിയാണ് നമ്മൾ കൺട്രോളിങ്. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ വരും. നമ്മൾ മെലിഞ്ഞു, ഇപ്പം നമ്മൾ ഫാറ്റ് ലോസ് ആയിട്ട് വിസിബിൾ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കണമെന്ന് വെച്ചു. അപ്പം വേറൊരാൾ, ഇപ്പോൾ കുറേ ദിവസം കാണാത്ത ഒരാൾ വന്നിട്ട് പറയും, എടാ നിനക്ക് ഇതൊക്കെ തന്നെ മതി, നീ വെയിറ്റ് ലോസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അത്യാവശ്യം നിന്നെ ഇങ്ങനെ കാണാനാ രസം, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, വാടാ നമുക്കൊന്ന് എന്താ ട്രീറ്റ് അല്ലേ, നീ വാ കഴിക്കും, കല്യാണമല്ലേ കഴിക്കും, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേര് നമ്മളെ മോഹവാഗ്ദാനങ്ങളും അവരുടെ സ്നേഹമൊക്കെ തന്നിട്ട് നമ്മളെ ഇതിൽ നിന്നും ചഞ്ചലിപ്പിക്കാൻ നോക്കും. പക്ഷെ നമ്മൾ ചലിക്കരുത്, കുലുങ്ങരുത്. അതെങ്ങനെ കുലുങ്ങാതിരിക്കണമെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ ബൈ.